ഹിറ്റ് അണ്ണാ സൂപ്പർ ഹിറ്റ് അണ്ണാ നമ്മ സാറിനോട് പുതുപ്പടം വെക്കടപടി ഹിറ്റ് സൂപ്പർ ഹിറ്റ് മൈൻഡ് ചെയ്തില്ല സൂപ്പർ ഹിറ്റ് പേടിക്കണ്ട ഞാൻ മാഡം സാറിന്റെ പടം സൂപ്പർ ഹിറ്റ് ഇവിടെ സാർ എണീറ്റില്ലേ സാർ അവിടെ സ്വിമ്മിംഗ് പൂൾ വൃത്തിയേടാക്കിക്കൊണ്ടിരിക്കാം ആണോ നിക്ക് സത്യം പറ ബാബു വെക്കടപടി നല്ല പടമാണോ അയ്യോ എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക എന്തോ അപ്ലാസ് ഞാൻ വേഗം ചെന്ന് പറയട്ടെ സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് സരോജ് സാറേ പുളി മതിയാക്കി വേഗം കയറി വാ സാറേ വെക്കടാപടി സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി വടവളനി കോവിലിൽ നേർച്ച ഉണ്ടായിരുന്നു ഇതാ പ്രസാദം അപ്പൊ വെക്കടാപടി ഹിറ്റായോ കൊള്ള ഹിറ്റ് ആയോന്നോ ബമ്പറാ സാറേ ചെന്നൈയിൽ 6 റിലീസ് ഞാൻ കണ്ടത് നമ്മുടെ സംഘത്തിന്ന രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം എന്റെ സാറേ 36ാമത്തെ സീനില് മെയിൻ വില്ലനെ കാണുമ്പോ സാറിന്റെ കണ്ണീന്ന് തീപ്പൊരി വരുന്നില്ലേ ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി പിന്നെ കെട്ടിടത്തിന്റെ ടെറസിൽ കൂടി ബൈക്കിൽ പറന്നു വന്ന് ഒരു പോറൽ പോലും പറ്റാതെ ചാടി ഡൈവ് ചെയ്ത് ഇറങ്ങിയ ഒരു നിൽപ്പുണ്ടല്ലോ സത്യം സാർ കോരി കോരി തരിച്ചു പോയി സാർ யாரோ ஒரு கடல் வண்டி மாதவன் கேட்ல வெயிட் பண்ணிட்டு இருக்கு കടൽ വണ്ടി മാധവനോ അതാരാ കടലുണ്ടി മാധവൻ പുതിയൊരു ഡയറക്ടറാ വര സൊല്ല് சரி சார் അതെ സാറൊരു കാര്യം അറിഞ്ഞോ വെക്കടാവടി പൊട്ടാൻ വേണ്ടി വട്ടവിള ജയകുമാർ ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം നടത്തിയെന്ന് അവനൊക്കെ സ്വയം നശിച്ചോളും താനൂർ അബ്ദുള്ള മംഗലാപുരം പള്ളിയിൽ നേർച്ചയായിട്ട് ഒരാടിനെ കൊടുത്തു നമ്മുടെ പടം പൊട്ടാൻ സാരമില്ല അടുത്ത ആഴ്ച അവന്റെ ചുറ്റിക്കളി തട്ടിക്കളി ഇറങ്ങുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പള്ളിയിൽ 100 ആടിനെ കൊടുക്കും ദൈവത്തിന് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ലടാ ആര് കൂടുതൽ ആടിനെ കൊടുക്കുന്നോ ദൈവം അവരുടെ കൂടെ നിൽക്കും അത്രയേ ഉള്ളൂ ഈ വെക്കടാവെടി മാത്രമേ എനിക്ക് സ്വല്പം സംശയം ഉണ്ടായിരുന്നുള്ളൂ തുടങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ എപ്പോ ഹിറ്റായി എന്ന് ചോദിച്ചാ മതി ഈ തുടങ്ങാൻ പോകുന്നത് ഏതൊക്കെയാണ് സാർ ജൂലൈയിൽ ഇരുകാലി മൃഗം നല്ല പേര് ഇതിൽ ആരാണ് സാർ ഇരുകാലി ഞാനല്ലാതെ വേറെ ആര് എനിക്ക് തോന്നി പക്ഷെ ക്ലൈമാക്സിൽ ഞാൻ നന്നാവും അത് വേണമല്ലോ ഗുഡ് മോർണിംഗ് നമസ്കാരം സാർ ആ മിസ്റ്റർ കടലുണ്ടി സാർ ശബ്ദം മിസ്റ്റർ കടലുണ്ടി ഇന്നത്തെ കാണോ ഞാൻ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നത് അതെ സാർ എങ്കിൽ പെട്ടെന്ന് കഥ പറഞ്ഞ് പോയിക്കോളൂ എനിക്കിന്ന് വേറെ 17 കഥകൾ കേൾക്കാനുള്ളതാ 17 അല്ല സാർ 28 ഓ വലഞ്ഞത് തന്നെ എങ്കിൽ കഥ തുടങ്ങിക്കോളൂ സാർ ഇദ്ദേഹം ഇത് മുട്ടത്തറ ബാബു സരോജ് കുമാർ ഫാൻസ് അസോസിയേഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ എന്റെ മേക്കപ്പ് തൊട്ട് എല്ലാം നോക്കുന്നത് ഇവനാ ഭയങ്കര ആത്മാർത്ഥതയാ ഞാൻ മരിക്കണോന്ന് പറഞ്ഞ അപ്പ മരിക്കും സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾ തുടങ്ങൂ ബാബു അവിടെ തന്നെ നിൽക്കും നിങ്ങൾ പറയുന്ന കഥ ലോ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ടാലല്ലേ പടം ഹിറ്റാകൂ അതുകൊണ്ട് ഇപ്പൊ എന്റെ എല്ലാ കഥകളും ബാബുവിന് ഇഷ്ടപ്പെടുന്നുണ്ടോന്നാ ഞാൻ നോക്കുന്നത് അത് പറഞ്ഞോളൂ സാർ ഒരു ചെത്തുകാരനാണ് അതെ ഞാൻ ചെത്തുകാരനാണ് അതുകൊണ്ട് കഥയിലെ കഥാപാത്രത്തിന്റെ കാര്യമാണോ പറഞ്ഞത് അതെ സാർ കൊള്ളാം ചെത്തുകാരൻ കറക്റ്റ് ലുക്ക അല്ല സാർ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമല്ലേ പുതുമ പുതുമ കഥ തുടങ്ങുമ്പോൾ ഈ ചെത്തുകാരൻ ദരിദ്രനാണ് അത് കുഴപ്പമില്ല പക്ഷെ എത്ര ദരിദ്രനാണെങ്കിലും ജീൻസും ടൈറ്റ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ആള് തെങ്ങി കയറൂ അല്ല അതൊക്കെ ധരിച്ചാൽ സാറിന് തെങ്ങമ്മക്കാരൻ ബുദ്ധിമുട്ടാവില്ലേ ഞാൻ തെങ്ങിൽ കയറുന്നതായി ക്ലോസപ്പിൽ ഇങ്ങനൊരു ഷോട്ട് കൊടുത്താൽ പിന്നെ കയറുന്നത് ഡൂപ്പായിരിക്കുമല്ലോ ഓക്കെ സർ ഓക്കെ സർ പെട്ടെന്ന് കഥ പറയൂ ഭയങ്കര കഠിനാധ്വാനിയായ ഈ ചെത്തുകാരൻ ഒരു ദിവസം തന്നെ 100 തെങ്ങിൽ കയറും അങ്ങനെ തെങ്ങിൽ കയറി തെങ്ങിൽ കയറി 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 തെങ്ങിന്റെ മണ്ടയ്ക്കെത്തും ഒന്ന് വേഗം കഥ പറഞ്ഞു തൊലയ്ക്കണോ ഇയാളുടെ ഒരു കയറി 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 അങ്ങനെ സമ്പാദിക്കുന്ന പണം കൊണ്ട് അയാൾ IAS പരീക്ഷയ്ക്ക് പഠിക്കുകയാണ് എന്നിട്ട് സാറ് മുങ്ങി പൊങ്ങുന്നതിന് മുമ്പ് കഥ പറഞ്ഞു തീർത്തോ ഇല്ലെങ്കിൽ ബാക്കി കഥ സാറുണ്ടാക്കി തനിക്ക് പറഞ്ഞു തരും മെഗാസ്റ്റാറുകളൊക്കെ അങ്ങനെ ക്യാരക്ടർ പറഞ്ഞാ മതി ബാക്കി കഥ അവരുടെ സൗകര്യത്തിന് അവരുണ്ടാക്കും സാർ കഥ കൊള്ളാം നമുക്ക് സാറിനെയും കുറച്ച് സഹചെത്തുകാരെയും വെച്ച് ഒരു ഗ്രൂപ്പ് ഡാൻസിന് ചാൻസ് ഉണ്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോ ചെത്തുകാരന്റെ ബാക്കി കഥ കിട്ടി പറഞ്ഞു തരാം ബാബു ഇവരെ അകത്തു കൊണ്ടുപോയി ഇരുത്തു ഞാനിപ്പോ വരാം ശരി സാർ ഇപ്പൊ എങ്ങനെയുണ്ട് അകത്തോട്ട് വരും ഹിന്ദി നായികമാര് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ സാറിന്റെ കാൾ ഷീറ്റ് പ്രയാസമായിരിക്കും എഴുന്നേക്ക്
ഈ ചെത്തുകാരൻ ഒരു സാധാരണ ചെത്തുകാരനായിരിക്കില്ല. സർ സ്കോച്ച് എടുക്കാറായോ? ഇന്ന് ബുധനാഴ്ചയല്ലേ? എന്താ ബാബു, ബുധനാഴ്ച ഞാൻ കോണിയാക്കല്ലേ കഴിക്കുന്നത്? Sorry, sir. ഞാൻ പറയാം, 100 തെങ്ങിലൊന്നും എന്റെ ചെത്തുകാരൻ കയറുകയില്ല. ചെത്തുകാരന്റെ കഠിനമായ അധ്വാനം കാണിക്കാനാണ് സാർ ഒരുപാട് തെങ്ങിൽ കയറുന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ഒരു തെങ്ങിന്റെ മണ്ടയിൽ കയറി ചെത്തിക്കഴിഞ്ഞാൽ ആടി ആടി ആ തെങ്ങ് വളച്ച് ഈ ചെത്തുകാരൻ അടുത്ത തെങ്ങിലേക്ക് ചാടുകയാണ്. കവുങ്ങാണെങ്കിലല്ലേ സാർ അങ്ങനെ വളയ്ക്കാൻ പറ്റൂ? ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഈ മെഗാസ്റ്റാർ ഏത് തെങ്ങും വളയ്ക്കും. ഗ്രാഫിക്സിലൂടെ തെങ്ങ് വിളക്കാലോ. ആളുകൾ വിശ്വസിക്കുവോ സാർ? ബാബു ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? അതെ. വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞ് വിളിച്ചത് വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ആളുകളായിരിക്കും. നീലിമ, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ. കുടിച്ചാ ബോധം കെടുന്ന സാധനമാ നല്ലത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്രേ. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി കീറുക. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണോ ഇല്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. സ്വല്പം നടുവേദനയുണ്ട്. ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പറ്റിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം.